ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ. അപ്പോൾ അത് 2 സവാള നൈസായി അരിഞ്ഞിട്ട് ഓയിലും നെയ്യും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചിക്കനിലേക്ക് ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ ഉപ്പുണ്ട്, സ്പൈസസ് ഉണ്ട്, അതിലേക്ക് ഷാജീരകവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പുതിനയിലും മല്ലിയില, പിന്നെ തൈര്, അതിലേക്ക് നെയ്യും ഓയിലും വറുത്ത സവാളയും ലെമൺ ജ്യൂസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് 3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ 2 കപ്പ് ബസുമതി റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാം. ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 80% ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് 3/4 ഭാഗം വെള്ളം വറ്റി വരുമ്പോൾ റൈസും അതിന് മുകളിലായിട്ട് വറുത്ത സവാളയും മല്ലിയിലയും പുതിനയിലയും, പിന്നെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് കുറച്ച് കുങ്കുമപ്പൂവും പാലും ചേർത്തത് മിശ്രിതം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി.